ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിസൈൻ നമുക്ക് അടിപൊളിയായിട്ട് സിമ്പിളായിട്ട് മടിയുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഡിസൈനാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിതാ ഫസ്റ്റ് ഇതുപോലെ പാറ്റേൺ ഇവിടെ വരച്ച് വെച്ചിട്ടുണ്ട്. ഈ ഒരു നെക്കിലാണ് നമ്മുടെ പാറ്റേൺ വരുന്നത്. അപ്പോൾ നമ്മളിതുപോലെ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു കുട്ടി ഡോട്ട് ഇട്ട് കൊടുക്കുക, റൗണ്ട് ഇട്ട് കൊടുക്കുക, പിന്നെ കുറച്ചുകൂടെ വലിയ റൗണ്ട് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം രണ്ട് സൈഡിലായിട്ടും ഇതുപോലെ നമ്മൾ വരച്ച് അതിലേക്ക് ലീഫ് ഇതുപോലെ വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതുപോലെ നമ്മൾ ലീഫ് വരച്ചു കൊടുക്കുക. രണ്ട് സൈഡിലായിട്ട് നമ്മൾ ഇതേ സെയിം തന്നെ വരച്ചു കൊടുത്ത് അതിലിതുപോലെ ലീഫ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് അത്യാവശ്യം സിമ്പിളായിട്ട് വരയ്ക്കുന്ന പാറ്റേണും തന്നെയാണ്. അതിനുശേഷം ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതുപോലെ ഒരു ഓവൽ ഷേപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഷേപ്പിനകത്തേക്ക് കുട്ടി കുട്ടി ഡോട്ട് ഇട്ട് കൊടുക്കണം. ഇതൊക്കെ കുട്ടി കുട്ടി ഡോട്ട് ഇങ്ങനെ കുട്ടി കുട്ടി ഡോട്ടായാലും ലൈനായാലും കുഴപ്പമില്ല. ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതേ സെയിം മെത്തേഡിൽ തന്നെ നമ്മളിത് ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ആയിട്ട് വരച്ചെടുക്കണം. കണ്ടോ, എന്നിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തതുപോലെ കുട്ടി കുട്ടി ഡോട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കണം. കണ്ടോ, ഇത്രേ ഉള്ളൂ കേട്ടോ. നമ്മുടെ ഡിസൈൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാണ്. നമുക്കിത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ നമ്മളിതുപോലെ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ സാധനങ്ങളാണെന്ന് നോക്കാം. ഇതുപോലെ നമ്മളിപ്പോൾ ഫസ്റ്റ് നോക്കിയതുപോലെ തന്നെ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ ഡിസൈൻ വരച്ച് കൊടുക്കുക. യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ റൗണ്ട് വരയ്ക്കുക, പിന്നെ രണ്ട് സൈഡിൽ ലീഫ് വരയ്ക്കുക, താഴത്തേക്ക് ആ ഒരു ഡിസൈൻ വരയ്ക്കുക. ആ ഒരു പാറ്റേൺ മാറി വരുന്നതേ ഉള്ളൂ കേട്ടോ, അല്ലാതെ ഡിസൈൻ എല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ബീഡ്സും ഗോൾഡൻ്റെ ബീഡ്സും ഷുഗർ ബീഡ്സും ആണ് വേണ്ടത്. അപ്പോൾ ഷുഗർ ബീഡ്സ് അതുപോലെ തന്നെ കട്ട് ബീഡ്സും ഞാനിവിടെ ആൻറ്റിക്കിൻ്റെ ആണ് എടുത്തിട്ടുള്ളത്. പിന്നെ ബീഡ്സ് എടുത്തിരിക്കുന്നത് ഗോൾഡൻ്റെ ആണ്. ബീഡ്സ് എടുക്കുമ്പോൾ കുറച്ചൊന്ന് ചെറിയ സൈസ് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഈ 3 ബീഡ്സും വെച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഡിസൈൻ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഡിസൈൻ ചെയ്യാം. അപ്പോൾ ഇതുപോലെ സെൻറ്ററിലായിട്ട് നമ്മൾ ഗോൾഡൻ്റെ ബീഡ്സ് ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം അത് നമ്മൾ ഒന്നുകൂടി ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഫസ്റ്റ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ ചുറ്റിനുമായിട്ട് കട്ട് ബീഡ്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന വളരെ ചെറിയ ബീഡ്സ് അല്ല, എന്നാലും അത്യാവശ്യം ചെറിയ ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ബീഡ്സ് സെൻറ്ററിലായിട്ട് വെച്ചിട്ട് ചുറ്റിനും കട്ട് ബീഡ്സ് 6 കട്ട് ബീഡ്സ് ആണ് കേട്ടോ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് ഇതുപോലെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുക. നീഡ് നമ്പർ എടുത്തിരിക്കുന്നത് 12 ആണ്. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോഴും നീഡ് നമ്പർ 12 തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. നീഡ് നമ്പർ 12ൽ നൂല് കോർക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ നീഡിൽ ത്രെഡർ യൂസ് ആക്കുക കേട്ടോ. അത്രേ ഉള്ളൂ, സിമ്പിളാണ്. കാരണം നീഡിൽ നമ്പർ 12ലാവുമ്പോൾ നമുക്ക് അത്യാവശ്യം എല്ലാ ബീഡ്സും സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇതുപോലെ നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിനി ചുറ്റിനുമായിട്ട് 2 കട്ട് ബീഡ്സ് വീതം വെച്ച് കൊടുക്കണം. അതായത് നമ്മളിവിടെ പെറ്റൽസ് ആണ് ചെയ്ത് കൊടുക്കുന്നത്. പെറ്റൽസ് പോലെ ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ പെറ്റൽസ് എന്തായാലും നമ്മൾ ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ നമ്മളിവിടെ 2 കട്ട് ബീഡ്സ് വീതം 4 സൈഡിലായിട്ട് 4 എണ്ണം വീതമാണ്, 4 സെറ്റ് ഓഫ് കട്ട് ബീഡ്സ് ആണ് വെക്കുന്നത്. ഞാൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. 2 കട്ട് ബീഡ്സ് വീതം ഒരു സൈഡിൽ 4 തവണയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്.
നമ്മൾ ഫ്ലവറൊക്കെ ചെയ്തതിന് ശേഷം ആ 2 സൈഡിലായിട്ട് നമ്മൾ ലീഫ് വരച്ചു കൊടുത്തിട്ടില്ലായിരുന്നു. ആ ഒരു ലൈനും ലീഫും നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുക്കണം. ശേഷം നമ്മൾ വേറൊരു ഡിസൈൻ 2 സൈഡിലായിട്ട് വരച്ചു കൊടുത്തതിൻ്റെ അവിടെയായിട്ട് ഇതുപോലെ ഔട്ടർ ലൈനിലായിട്ട് കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അതിനകത്തായിട്ട് നമുക്ക് ഷുഗർ ബീഡ്സ് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്ത് അതൊന്ന് ലോക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ഡിസൈൻ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തതിന് ശേഷം സ്പ്രെഡ് ചെയ്ത പോലെ നമ്മൾ കുട്ടി കുട്ടി ലൈൻസ് വരച്ചു കൊടുത്തില്ലായിരുന്നോ, അവിടെയായിട്ട് നമുക്ക് ഇതുപോലെ കട്ട് ബീഡ്സ് സ്പ്രെഡ് ചെയ്ത പോലെ നമുക്ക് വെച്ച് കൊടുക്കണം. അതും കൂടെ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. കാരണം ഇതേപോലെ തന്നെയാണ് നമ്മൾ ബാക്കി കംപ്ലീറ്റ് നമ്മൾ ഇതിൽ വരച്ചിരിക്കുന്ന ഡിസൈൻസ് അത്രയും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് ഈ ഒരു ഡിസൈൻ ചെയ്തെടുത്തില്ലേ ഇല്ലേ?
ഇങ്ങനെ ആയപ്പോൾ നമ്മുടെ ഡിസൈൻ കംപ്ലീറ്റ് ആയി. നമ്മൾ ഇതേപോലത്തെ ഡിസൈൻ തന്നെയാണ് ഇത് കംപ്ലീറ്റ് ആയിട്ട് വരച്ചു കൊടുത്തിരിക്കുന്നത്. അവിടെ സെയിം ഇതുപോലെ അതായത് കട്ട് ബീഡ്സ് വെച്ചിട്ട് നമ്മൾ ആ ഒരു ലീഫൊക്കെ ചെയ്ത് കൊടുത്തതിന് ശേഷം മറ്റേ ഷേപ്സിൽ നമ്മൾ ഔട്ടർ ലൈനിൽ കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അകത്തേക്കായിട്ട് ഷുഗർ ബീഡ്സ് വെച്ച് കൊടുക്കുക. അത് തന്നെ നമ്മുടെ യോക്ക് പോർഷൻ കംപ്ലീറ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സ്പ്രെഡ് ചെയ്ത് നമ്മൾ കട്ട് ബീഡ്സ് ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഡിസൈൻ. വളരെ സിമ്പിളായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ തന്നെ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ ഫൈനൽ ലുക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ ഈ ഒരു ഡിസൈൻ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ അത്രയേ ഉള്ളൂ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ. താങ്ക്